ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് 2 വാക്ക്. അനുദിനം ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കുന്നത് നിരവധി ആത്മീയ നന്മകൾക്ക് കാരണമായി തീരുന്നതാണെന്ന് നിരവധി വിശുദ്ധാത്മാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഗെത്സമനി തൊട്ട് ഓരോ പീഡാനുഭവ രംഗങ്ങളും നമ്മൾ വായിച്ച് തഴങ്ങുകയും അതിനനുസരിച്ച് നമ്മളതൊരു ധ്യാനമായിട്ട് മാറ്റി അങ്ങനെ ധ്യാനിച്ച് തഴങ്ങുന്നത് നിമിത്തം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ദൈവസ്നേഹം ഉണ്ടാകുവാനും നമ്മൾ ദൈവത്തിൻ്റെ പീഡകളെ ഓർത്ത് കണ്ണുനീർ വാർക്കുന്നവരാകത്തക്ക ദൈവസ്നേഹം നമ്മിൽ ഉണ്ടാവുകയും നമ്മൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയും ആത്മീയമായിട്ട് വളരെയധികം വളർച്ച നമുക്കുണ്ടാവുകയും ചെയ്യും. വിശുദ്ധ അമ്മ ത്രേസ്യ തൻ്റെ സ്വയംകൃത ചരിത്രം ആത്മകഥയിൽ പറയുന്നുണ്ട്. അമ്മ ത്രേസ്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈശോയുടെ ഗെത്സമനിയിലെ ഈശോനെ ആയിരുന്നു. ശിഷ്യന്മാരാലെല്ലാം പരിത്യക്തനാക്കപ്പെട്ട് ഈശോനാഥൻ ഗെത്സമനിയിൽ ഇരിക്കുന്നതായിട്ടും അമ്മ ത്രേസ്യ ഈശോയുടെ അടുത്ത് ചെന്ന് ഈശോനെ ആശ്വസിപ്പിക്കുന്നതായിട്ടും സ്ഥിരം ധ്യാനിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യയാണെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ സഹനദാസം വായിച്ച് നിരന്തരം അനുദിനം ധ്യാനിച്ചിരുന്നതായും ഈശോയുടെ തിരുമുഖത്തിലെ മുറിവുകൾ ധ്യാനിക്കുന്നത് കൊച്ചു ത്രേസ്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീഡാനുഭവ ഭാഗമായിരുന്നു. വിശുദ്ധ ഫൗസ്റ്റീന ഈശോയുടെ തിരുമുറിവുകളെ ആഴമായി ധ്യാനിച്ചിരുന്നു. അപ്പോൾ ഈ പീഡാനുഭവ ധ്യാനം അത്ര വിശിഷ്ടമാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും ഈശോയുടെ ക്രൂശിത രൂപത്തിനെ നോക്കി ഏറെ നേരം ധ്യാനിച്ചിരുന്നു. അപ്പോഴാണ് അസീസിയിലെ ദേവാലയം പുനരുദ്ധരിക്കണമെന്നുള്ള ദൈവിക സന്ദേശം വരെ അസീസിയിലെ ഫ്രാൻസിസിനെ ലഭിക്കുന്നത്. അപ്പോൾ ഇത്ര വിശിഷ്ടമായ പീഡാനുഭവ ധ്യാനം അനുദിനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഈ പുണ്യ നാളുകളിൽ വായിച്ച് ഭാവനാതലത്തിൽ അത് ധ്യാനിച്ച് അങ്ങനെ മന്നം ചെയ്യുന്നവരാകാൻ പരിശ്രമിക്കാം. വിശുദ്ധ അഗസ്റ്റിൻ്റെ സന്യാസിനി സഭയിലെ അംഗമായിരുന്ന ആൻ കാതറിൻ എമറിച്ചിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത പീഡാനുഭവ രംഗങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള പീഡാനുഭവ ഭാഗങ്ങളും എല്ലാം ചേർത്ത് മനോഹരമായിട്ട് പീഡാനുഭവം ധ്യാനിക്കാൻ പറ്റിയ ഒരു ചെറിയ ബുക്കാണ് പീഡാനുഭവ അനുസ്മരണ പ്രാർത്ഥന. മിക്ക ബുക്ക് സ്റ്റാളുകളിലും കിട്ടും. വളരെ എളുപ്പത്തിൽ ഇത് വെച്ചിട്ട് പീഡാനുഭവം ധ്യാനിക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.